നമോ വെങ്കിട്ടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ പതിവിലൂടെ കാണുവാൻ പോകുന്നത് ഉടനടിയുള്ള പണ ആവശ്യത്തിനായി ചെയ്യേണ്ട ഒരു ചെറിയ കർമ്മത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ചാനലിൽ പറയുന്നതെല്ലാം തന്നെ ചിലവുകളില്ലാത്തതും പെട്ടെന്ന് ഫലം ലഭിക്കുന്നതുമായ താന്ത്രികങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇന്ന് പറയുവാൻ പോകുന്ന ഈ കർമ്മം ചെയ്യുകയാണെങ്കിലും ₹1 നാണയം മാത്രമേ ആവശ്യമുള്ളൂ. അതിനാൽ തന്നെ നിങ്ങൾക്ക് വലിയ ചിലവുകളൊന്നും ഇല്ലാത്ത ഈ കർമ്മം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഉടനടിയുള്ള പണ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതായിരിക്കും. ഉടനടിയുള്ള പണ ആവശ്യം എന്ന് പറയുമ്പോൾ അത്യാവശ്യമായി നമുക്ക് ഇന്ന് ആർക്കെങ്കിലും പണം കൊടുക്കുവാനുണ്ട്, അല്ലെങ്കിൽ സ്കൂളുകളിൽ ഫീസ് അടയ്ക്കുവാനുണ്ട്, അതും അല്ലെങ്കിൽ ബാങ്കിൽ ഏതെങ്കിലും ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട്, അതും അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും വാങ്ങിയ പണം ഇന്ന് തിരികെ കൊടുത്തില്ലെങ്കിൽ അത് വേറെ പല പ്രശ്നങ്ങളിലേക്കും കൊണ്ടെത്തിക്കും എന്നെല്ലാം പറയുകയാണെങ്കിൽ ആർക്കും ഇങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കട്ടെ. ഒരു പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നുപോയി, ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല, ഒരു നിവൃത്തിയുമില്ല, ആരോട് ചോദിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ കാണിച്ചു തരുമെന്ന പ്രതീക്ഷയിലൂടെയാണ് പോകുന്നത് എന്ന് പറയുകയാണെങ്കിൽ ആ വഴി തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്. ഈ കർമ്മം ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് ഏതൊരു സമയം വേണമെങ്കിലും തിരഞ്ഞെടുക്കാമെങ്കിലും കഴിവതും രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യുവാനായിട്ടുള്ള സമയം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒരു പക്ഷേ അത് കഴിഞ്ഞാണ് നമുക്ക് പണ ആവശ്യം വരുന്നത് എന്നിരിക്കട്ടെ, ഉച്ച സമയം 11:45 മുതൽക്ക് 12:15 വരെയുള്ള സമയത്തെ അഭിജിത്ത് മുഹൂർത്തമായി കണക്കിലെടുക്കുന്നതാണ്. അതിനാൽ നിങ്ങൾക്ക് ആ സമയം ഉപയോഗിക്കാം. അതല്ല വെള്ളിയാഴ്ച ദിവസമാണ് നമുക്ക് പെട്ടെന്ന് പണം ആവശ്യമായി വരുന്നത് എങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വരുന്ന ശുക്രഹോര സമയം എന്നറിയപ്പെടുന്ന രാവിലെ 6 മുതൽക്ക് 7 വരെയോ, അതല്ലെങ്കിൽ ഉച്ച സമയം 1 മണി മുതൽക്ക് 2 മണി വരെയോ, അതുമല്ലെങ്കിൽ വൈകുന്നേരം 8 മണി മുതൽക്ക് 9 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. മാത്രമല്ല പീരിയഡ്സ് ആയിട്ടുണ്ടെങ്കിലോ പുലവലായ്മ ഉണ്ടെങ്കിലോ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ ഒരു താന്ത്രികം ചെയ്യുവാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പൂജാമുറി ഇല്ല, ഞങ്ങൾ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് എന്നെല്ലാം പറയുന്നവരാണെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങുവാൻ പോകുന്ന മുറിയിൽ ഇരുന്നു കൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ്. ഓരോ വ്യക്തികളും ഓരോ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിത്യവും ഇതുപോലുള്ള താന്ത്രികങ്ങൾ ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പാടില്ല. നമ്മൾ പണത്തിന് വളരെ അത്യാവശ്യമുള്ള സമയങ്ങളിൽ മാത്രം ചെയ്യേണ്ട ഒരു കർമ്മത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുവാനായിട്ട് പോകുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത പ്രശ്നങ്ങളിൽ പെട്ടുകിടക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ കർമ്മം ചെയ്യുക. അതുപോലെ തന്നെ ദിവസവും ചെയ്യേണ്ട താന്ത്രികങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു താന്ത്രികമാണ്. അപ്പോൾ വരൂ ആ താന്ത്രികം എന്താണ് എന്ന് കാണാം. ആ താന്ത്രികത്തിനായി നമുക്ക് ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ നിറത്തിലുള്ള തുണിയാണ് ആവശ്യം. ഒരു ചെറിയ കഷ്ണം മാത്രം മതി. ഇതിനോടൊപ്പം ₹1 നാണയവും ആവശ്യമാണ്. നമ്മുടെ പൂജാമുറിയിലെ ലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ നെയ്ദീപം തെളിയിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു നെയ്ദീപം തെളിയിച്ചു വയ്ക്കാം. അതുപോലെ തന്നെ അത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ദീപ എണ്ണ ഒഴിച്ച് ദീപം തെളിയിച്ച് വെക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ താന്ത്രികം ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കുലദൈവത്തെയും വിനായക ഭഗവാനെയും മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ നാണയത്തൊട്ട് നമ്മുടെ വലത് ഉള്ളം കയ്യിൽ വെച്ച് ആ കൈ അടച്ചു പിടിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് നേരെ വെച്ചുകൊണ്ട് ഈ മന്ത്രം നമുക്ക് ജപിക്കാം. ഓം ശുക്ലേ മഹാശുക്ലേ നവാംഗേ ശ്രീ മഹാലക്ഷ്മി നമോ നമ എന്നുള്ള ഈ മന്ത്രം 88 തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത്. 88 തവണ ചൊല്ലുമ്പോഴും നമ്മുടെ ഉള്ളം കയ്യിലുള്ള ആ നാണയം തൊട്ട് വെച്ചിരിക്കുന്ന ആ കൈ അടഞ്ഞു തന്നെ ഇരിക്കേണ്ടതാണ്. മാത്രമല്ല നമ്മൾ എണ്ണം കണക്കിലെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മണിമാലകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ 88 തവണ ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ആ നാണയത്തൊട്ട് ലക്ഷ്മി ദേവിയുടെ പാദത്തിലേക്ക് വെച്ച് വീണ്ടും എടുത്ത് ആ മഞ്ഞൾ നിറത്തിലുള്ള തുണിയിൽ വെച്ച് ഒരു നുള്ള് മഞ്ഞളും അതുപോലെ തന്നെ ഒരു നുള്ളു കുങ്കുമവും ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരവും ഇട്ട് ഒരു കിഴി രൂപത്തിലായി കെട്ടി നമ്മുടെ
പൂജാമുറിയിൽ, അതല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത്, അതുമല്ലെങ്കിൽ പണമൊന്നും സൂക്ഷിക്കാൻ പോലും ഇല്ല എന്ന് പറയുന്നവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർ നമ്മുടെ പേഴ്സുകളിലോ ഹാൻഡ് ബാഗുകളിലോ സൂക്ഷിക്കാവുന്നതാണ്. തൊഴിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ആ തൊഴിൽ ചെയ്യുന്ന ആ പണപ്പെട്ടിയിൽ കൊണ്ടുപോയി ഇടാവുന്നതാണ്. ഇത് നമുക്ക് 48 ദിവസം അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതിനുള്ളിൽ തന്നെ നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞ് കുറഞ്ഞത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളെ തേടി നിങ്ങൾക്ക് പണം വരുവാനുള്ള ആ ഒരു വാതിൽ തുറന്നു കിട്ടുന്നതായിരിക്കും. അതായത് ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ, ഇവർ തന്ന് നമുക്ക് സഹായിക്കുകയാണെങ്കിൽ എന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ, തീർച്ചയായും ആ വ്യക്തി നിങ്ങളെ ഫോണിൽ വിളിക്കുകയോ അതുമല്ലെങ്കിൽ നമ്മൾ പണം കൊടുക്കുവാനുള്ള ആ പ്രശ്നത്തിൻ്റെ ആ ഒരു ടെൻഷൻ കുറയുവാനുള്ള ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുകയോ ചെയ്യുന്നതായിരിക്കും. ഇനി 48 ദിവസം കഴിഞ്ഞു നമ്മൾ ആ തുണി അഴിച്ച് നമുക്ക് വേറെ എന്തെങ്കിലും താന്ത്രികങ്ങൾക്കായിട്ട് പ്രയോജനപ്പെടുത്താം. മാത്രമല്ല അതിലുള്ള ആ മഞ്ഞൾപ്പൊടിയും പച്ചക്കർപ്പൂരവും കുങ്കുമവും കാൽപ്പെടാത്ത സ്ഥലത്ത് ഒഴുക്കി വിടാവുന്നതാണ്. 1 രൂപ നാണയത്തൊട്ടുകൾ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കല്ലുപ്പ് വാങ്ങിക്കുവാനോ മുല്ലപ്പൂവ് വാങ്ങിക്കുവാനോ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതായത് ശുഭസാധനങ്ങൾ വാങ്ങിക്കുവാനായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ശുഭസാധനങ്ങൾ എന്ന് പറയുമ്പോൾ 1 രൂപ നാണയം കൊണ്ട് വാങ്ങിക്കുവാൻ സാധിക്കില്ല. നമ്മൾ ശുഭസാധനങ്ങൾ വാങ്ങിക്കുന്ന ആ പണത്തിൻ്റെ കൂടെ ഈ 1 രൂപ നാണയവും ചേർത്തി നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇത് വളരെ ഫലം തരുന്ന ഒരു കർമ്മമാണ്. നിങ്ങൾ ചെയ്തു നോക്കുക, തീർച്ചയായും ഫലം കിട്ടും. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കേണ്ടതുണ്ട്. ഇത് വളരെ അത്യാവശ്യമായ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. മാത്രമല്ല വളരെ വിശ്വാസത്തോടു കൂടി, അതായത് മഹാലക്ഷ്മി ദേവിയെയും ശുക്രഭഗവാനെയും വിശ്വാസമുണ്ടെങ്കിൽ പൂർണ്ണമായും അവരിൽ നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതായിരിക്കും. അതല്ല, ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, ഞങ്ങളൊന്ന് വെറുതെ ചെയ്തു നോക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഫലം ലഭിക്കില്ല. ലഭിക്കുമെങ്കിലും കുറച്ച് വൈകിയായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചില സമയങ്ങളിൽ ഡിസപ്പോയിൻ്റ് ആവാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഈ മന്ത്രം നമുക്ക് തുടർച്ചയായി എല്ലാ ദിവസവും ജപിക്കണമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വേണ്ട. ഇതുപോലുള്ള അത്യാവശ്യമായ ഘട്ടങ്ങളിൽ ഈ കർമ്മം ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ ഈ മന്ത്രം ഉപയോഗിച്ചാൽ മതിയാകുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഒരു ഫലം തരുന്ന ഒരു മികച്ച താന്ത്രികത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലുള്ള താന്ത്രികങ്ങൾ, വഴിപാടുകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മാത്രമല്ല നമ്മുടെ ചാനലിൽ മെമ്പർ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സബ്സ്ക്രൈബ് ബട്ടൺ